ഒരിക്കൽ ഞാനൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെ നേഴ്സുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേഴ്സിനോട് ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ ദുഃഖത്തിനുള്ള കാരണം എന്താണ്? അപ്പോൾ പറയുന്നു, ഡോക്ടർ എപ്പോഴും ദേഷ്യപ്പെടുന്നെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, പേഷ്യൻസും ദേഷ്യപ്പെടാറുണ്ടല്ലോ? ഇല്ലില്ല, അവർ ദേഷ്യപ്പെട്ടാൽ വിഷമം തോന്നാറില്ല, അവർ രോഗികളല്ലേ. അവർ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അവർ രോഗികളാണ്. ഒരു കാര്യം ഇവിടെ ഉറച്ചു പോകുന്നു, അവർ രോഗികളാണ്. അവർ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, കഴിക്കാതിരിക്കട്ടെ, ദൂരേക്ക് വലിച്ചെറിയട്ടെ, എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, അവർ രോഗികളാണ്. ഡോക്ടർ ദേഷ്യപ്പെടുമ്പോൾ മാത്രം സങ്കടം വരുന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹവും രോഗിയാണ്. അതങ്ങനെ ഡോക്ടർ രോഗിയാകും? രോഗിയായതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണ്ടേ? അടുത്ത ദിവസം ഒരു നേഴ്സ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് വളരെ ഈസിയാണ്. ഞാൻ ചോദിച്ചു, എന്ത് ഈസിയാണ്? ഇന്ന് അദ്ദേഹം പിന്നെയും ദേഷ്യപ്പെട്ടു. ഇന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഇന്ന് അദ്ദേഹത്തിന് അസുഖമാണ്. എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇന്ന് ഡോക്ടർ സാറിന് അസുഖമാണ്. ഇതോർത്തിരിക്കേണ്ടി വരുന്നു, മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ മാനസിക സ്ഥിതി കൊണ്ട് രോഗിയാണ്. നമുക്ക് അവരുടെ രോഗത്തിൻ്റെ ഇൻഫെക്ഷൻ ആവശ്യമില്ല, മറിച്ച് നമ്മളെ രക്ഷിച്ചുകൊണ്ട് അവരെ സേവ ചെയ്ത് സുഖപ്പെടുത്തണം. അപ്പോൾ ഉറപ്പുവരുത്തൂ, ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയോട്, അധികം പേരോട് വേണ്ട, ഒരു വ്യക്തിയോട് ഇങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ ശക്തി എങ്ങനെയായിരിക്കും? ആലോചിക്കൂ. ഓരോ തവണയും അവർ തെറ്റ് ചെയ്യും, നമ്മൾ ശരി ചെയ്യും. അപ്പോൾ നമ്മുടെ ശക്തി എങ്ങനെയായിരിക്കും? കൂടിക്കൂടി കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഒരു കാര്യം ആരംഭിക്കാം. ഓരോ കാര്യത്തിനും നന്ദി പറയാൻ പരിശീലിക്കാം. ഇക്കാലത്ത് നമ്മൾ പരാതികൾ ധാരാളം പറയുന്നുണ്ട്. ഇത് ശരിയല്ല, ഇതിങ്ങനെയല്ല, ഈ ജോലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വെള്ളം ഇന്ന് വന്നില്ല, അത് നടന്നില്ല, ഇത് നടന്നില്ല. അവരോട് വെള്ളം വരുന്ന ദിവസം നമ്മൾ നന്ദി പറയാറില്ല. പക്ഷേ ഒരു ദിവസം വെള്ളം വന്നില്ലെങ്കിൽ അവരുടെ 10 പരാതിയെങ്കിലും പറയില്ലേ? വെള്ളം വരുന്ന ദിവസം നന്ദി പറയുകയാണെങ്കിൽ ഒരു ദിവസം വെള്ളം വന്നില്ലെങ്കിൽ മനസ്സ് ഇളകുകയില്ല. കാരണം നന്ദി പറഞ്ഞ് ആത്മാവിൻ്റെ ശക്തി എങ്ങനെയാവും? ഉയർന്നുകൊണ്ടിരിക്കും. എന്തിനോടെല്ലാം നന്ദി പറയണം? രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യം ആർക്ക് നന്ദി പറയണം? ആർക്ക് നന്ദി പറയണം? രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യത്തെ സങ്കല്പം ആർക്ക് നന്ദി പറയണം? നാളെ തൊട്ട് ചെയ്തു തുടങ്ങണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യത്തെ സങ്കല്പം പരമാത്മാവിന് നന്ദി. ആദ്യത്തെ സങ്കല്പം പറയൂ അദ്ദേഹത്തിനോട്, അങ്ങേക്ക് കോടിക്കോടി നന്ദി. അപ്പോൾ രാവിലെ ആദ്യത്തെ സങ്കല്പം പരമാത്മാവിനു നന്ദി. ഇനി രണ്ടാമത്തെ ചിന്ത, നമ്മുടെ മനസ്സിനും ശരീരത്തിനും നന്ദി. നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നന്ദി പറയാറില്ല. എപ്പോഴെങ്കിലും ക്ഷീണം തോന്നുമ്പോൾ അവിടെ വേദന എടുക്കുന്നു, ഇവിടെ വേദന എടുക്കുന്നു, അത് ശരിയല്ല, ഇത് ശരിയല്ല. എപ്പോൾ നന്നായിരിക്കുന്നുവോ അപ്പോൾ നന്ദി പറയുന്നില്ല. എത്ര തവണ നന്ദി പറയുന്നുവോ ആത്മാവിൻ്റെ ശക്തി കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സങ്കല്പം, ഒന്നാമത്തെ സങ്കല്പം പരമാത്മാവിനു നന്ദി, രണ്ടാമത്തെ സങ്കല്പം മനസ്സിനും ശരീരത്തിനും നന്ദി. ഇനി മൂന്നാമത് നന്ദി പറയേണ്ടത് എല്ലാവർക്കും. ഒരു ദിവസത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിന്, ആരുടെ കൂടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, എല്ലാവരോടും നന്ദി പറയണം. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, കെയർ ചെയ്യുന്നു. ഇതിനെല്ലാം മനസ്സിൽ നന്ദി പറയണം. എല്ലാവർക്കും നന്ദി. പക്ഷെ നമ്മൾ ആർക്കും നന്ദി പറയാറില്ല. എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയാൽ പരാതി പറയും. അവർ അങ്ങനെ ചെയ്തു, അവർ ഇങ്ങനെ ചെയ്തു. നന്ദി പറയുന്നത് ശീലമാക്കണം. അപ്പോൾ മൂന്നാമത് നന്ദി ആർക്കാണ് പറയേണ്ടത്? കുടുംബത്തിനും ചുറ്റുമുള്ളവർക്കും. ഇനി നാലാമത്തെ നന്ദി ആർക്കാണ്? പ്രകൃതിക്ക്. നോക്ക്, എന്ത് നല്ല അന്തരീക്ഷമാണെന്ന് പ്രകൃതി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്ദി പറയണ്ടേ? അതിന് നന്ദി പറയില്ല. അറ്റ്മോസ്ഫിയർ കുറച്ചൊന്ന് ചേഞ്ച് ആയാലോ, അയ്യോ എത്ര മോശം കാലാവസ്ഥയാണ്, പരാതി. എപ്പോൾ നന്നായിരിക്കുന്നുവോ അപ്പോൾ നന്ദി പറയണം. നന്ദി പറയുന്നതിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി ഉയരുന്നു. എല്ലാവരുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ കാരണമാകുന്നു.
അപ്പോൾ ആദ്യത്തെ നന്ദി പരമാത്മാവിന്, രണ്ടാമത്തെ നന്ദി നമ്മുടെ മനസ്സിനും ശരീരത്തിനും, മൂന്നാമത്തെ നന്ദി ചുറ്റുമുള്ളവർക്ക്, നാലാമത്തെ നന്ദി പ്രകൃതിക്ക്, ഇനി അഞ്ചാമത്തെ നന്ദി അവർക്ക് വേണ്ടി. ആരാണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാണ് അവർക്ക് നന്ദി? അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ തല കുനിയുന്നു, അഹങ്കാരം മുറിയുന്നു, ശക്തി വർദ്ധിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരാതെ നമ്മുടെ ശക്തി വർദ്ധിക്കില്ല. നമ്മുടെ ശക്തി വർദ്ധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. എപ്പോൾ ഒരു കാര്യം വരുന്നുവോ, നമ്മൾ അതിനെ ക്രോസ് ചെയ്യുന്നുവോ, മറികടക്കുന്നുവോ, അപ്പോൾ നമ്മുടെ ശക്തി വർദ്ധിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി. താങ്കൾ വന്നതിനാൽ എൻ്റെ ശക്തി വർദ്ധിച്ചു. ആരെപ്പറ്റിയും പരാതിയില്ല. എല്ലാവരോടും നന്ദി പറയണം.